Hello there, welcome to another episode of Art to Heart. This is Lita with you. നമുക്കൊക്കെ സ്റ്റഡി ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിൽ എന്തെങ്കിലും പേഴ്സണലായിട്ടൊരു സാധനം വെക്കാൻ ഇഷ്ടമാണ് അല്ലേ? ബീറ്റ് ഒരു ഫാമിലിയുടെയോ ഫ്രണ്ട്സിൻ്റെയോ ഫോട്ടോഗ്രാഫ് ആകാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കോട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം. നമ്മൾ സ്വന്തമായി ചെയ്ത എന്തെങ്കിലും ഒരു പീസ് ഓഫ് വർക്ക് നമുക്ക് വെക്കാൻ ഇഷ്ടം, വിച്ച് ഇസ് എ റിമൈൻഡർ ഫോർ അസ് ടു ഡു മോർ ഓർ മോട്ടിവേറ്റേഴ്സ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോൾഡറാണ്. ഹോൾഡർ നമ്മളിന്ന് ഉണ്ടാക്കുന്നില്ല. വി ആർ ട്രൈങ് ടു ടേൺ this glass jar or a glass bowl into something like an interesting holder. Okay, so ഈ ഹോൾഡറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പെയിൻറ്റിങ് ഇൻസൈഡ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വി ആർ going to do the painting inside. നമ്മൾ ഈ ബൗളിനകത്ത് അല്ലെങ്കിൽ ഈ ജാറിനകത്ത് പെയിൻറ്റ് ചെയ്യാൻ പോവാം. സോ പെയിൻറ്റ് ചെയ്യുന്ന ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് മനസ്സിലുള്ള പിക്ചർ ഒരു ചെറി ബ്ലോസം ട്രീ ഇൻ ആൻ അക്വ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ബ്രഷ് ഇത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ട്രാൻസ്പെറൻറ്റ്. സോ ചെയ്യാൻ പോകുമ്പോൾ ഒന്നെങ്കിൽ ദർ ആർ ടു വേസ് ടു ഡു ദിസ്. ഒന്നെങ്കിൽ നമുക്ക് അകത്തുനിന്ന് നോക്കി ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കിക്കൊണ്ട് ഉള്ളിലോട്ട് ഒരു ഗസ് വർക്കിലായിരിക്കും അത് ചെയ്യുന്നത്. സോ വാട്ട് എവർ ഇസ് കൺവീനിയൻറ്റ് ഫോർ യു, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ചലഞ്ച് ഡൂയിങ് ഫ്രം ഇൻസൈഡ്, ബിക്കോസ് സാധാരണ നമ്മൾ ക്യാൻവസ് നമുക്ക് നേരെ താഴത്തോട്ട് വെച്ച് വി ക്യാൻ സീ വാട്ട് വി ആർ ഡൂയിങ്. പക്ഷേ ദിസ് you have to, it's like working inside out. Okay, വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ക്യാൻവസിൽ സാധാരണ എന്താ ചെയ്യുന്നത്, ഒരു പിക്ചർ സേ ഫോർ എക്സാമ്പിൾ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അതിൽ സേ യു ഹാവ് ഫോർ എക്സാമ്പിൾ യു ഹാവ് സൺസെറ്റ് വിത്ത് ബോട്ട് ഇൻ എ റിവർ. സോ ആദ്യം നമ്മൾ സൺസെറ്റ്, പിന്നെ മൗണ്ടൻസ്, ഗ്രീനറി ഒക്കെ വരയ്ക്കും, പിന്നെ മുന്നിലോട്ട് റിവർ വരയ്ക്കും, പിന്നെ ബോട്ടിൻ്റെ ഡീറ്റെയിൽസ്, വേറെ എന്തെങ്കിലും ഫൈനൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത് ചെയ്യും. സോ ഇതിൽ നേരെ തിരിച്ചായിരിക്കും ചെയ്യുന്നത്. യു വർക്ക് ഓൺ ദ ഫോർഗ്രൗണ്ട് ഫസ്റ്റ്, പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് വർക്ക് ചെയ്യും. ഗ്ലാസ് ആയത് കാരണം നേരെ തിരിച്ച് വരയ്ക്കും. സോ നമ്മുടെ പിക്ചർ നമ്മൾ അകത്തുള്ളത് വരയ്ക്കുന്നത് പുറമേ നിന്നാണ് കാണാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട്. I'll start with cherry blossom dark brown colors. Cherry blossom tree branches ട്രീയും നല്ല അതിൻ്റെ ട്രങ്ക് ഒക്കെ നല്ല ഡാർക്ക് ബ്രൗണിലാണ് ഇരിക്കുന്നത്. We'll start with the dark brown. സോ ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുത്താൽ മതി. ഗ്ലാസ് ആയത് കാരണം ട്രാൻസ്പെറൻസി ഉണ്ടല്ലോ, സോ ബ്രഷ് സ്ട്രോക്സ് കാണാനുള്ള സാധ്യതയുണ്ട്. വൺ മോർ തിങ് ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ചെയ്യുന്നത് ഒരു ഡാർക്ക് കളറിൽ. സോ ഡാർക്ക് കളേഴ്സ് ചെയ്യുമ്പോൾ ഐ നീഡ് സംതിങ്, എൻ്റെ സർഫസ് വൈറ്റ് ആയിരിക്കണം. സോ ഐ ഗോട്ട് എ വൈറ്റ് പേപ്പർ ഹിയർ. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നന്നായിട്ട് കാണാൻ പറ്റും എന്താ ചെയ്യുന്നത്. സോ ലൈറ്റ് കളേഴ്സ് വെച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ യു ഹാവ് ടു യൂസ് എ darker background. ഇതിപ്പം ഡാർക്ക് ആയത് കാരണം ഐ എം യൂസിങ് എ lighter background to see what I am doing. ആ വര കാണുന്നത് കണ്ടോ, യു വിൽ സീ ലൈൻസ് ലൈക്ക് ദിസ്. നമുക്ക് പെയിൻറ്റ് അവിടെ ഫിൽ ആയിരിക്കണം. സോ വി വിൽ ഡു എ ഡോട്ടഡ് ടെക്നിക്. ചെറി ബ്ലോസം ട്രീസ് കണ്ടിട്ടുണ്ടെങ്കിൽ they are usually seen in the അവർക്ക് യൂഷ്വലി ഒരു പെയിൽ പിങ്ക് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് ഉള്ളത്. അതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ കാണുന്ന ഒരു പ്ലാന്റ്, ഒരു ട്രീ ആണിത്. വൺസ് ട്രീൻ്റെ ട്വിഗ്സും ബ്രാഞ്ചസും ചെയ്ത് കഴിഞ്ഞിട്ട് വി ഹാവ് ടു ഡ്രൈ ദിസ്. ഡ്രൈ ചെയ്യുന്നതിൻ്റെ കാരണം ഈ ഫ്ലവേഴ്സ് പെയിൽ പിങ്ക് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വി ഓൾമോസ്റ്റ് ഡൺ വിത്ത് ദ ട്രീ. ഐ ഹോപ്പ് യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, എന്തെങ്കിലും ലൈൻസ് ഫിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇപ്പം ഓക്കെ, ദിസ് ടൈനി ബിറ്റ് ഹിയർ ട്രീന് പ്രൊപ്പോർഷൻ ഇല്ലാത്ത പോലെ തോന്നും. Now let's dry this. Okay,
ഹാഫ് ഡ്രൈ ആയിട്ടുണ്ടാവും. സോ മീൻ ടൈം നമുക്ക് വേറെ ചില കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചില ബേർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജാപ്പനീസ് ട്രഡീഷണൽ ആർക്കിടെക്ചറിലുള്ള എന്തെങ്കിലും ബിൽഡിങ്സ് ചെയ്യാം. ആൻഡ് മേ ബി സം ഗ്രാസസ് ഓവർ ദേ. സോ ഇതെല്ലാം ചെയ്ത് ഫില്ലാകുമ്പോഴത്തേക്ക് നമുക്ക് ട്രീയിൽ തിരിച്ചു വരാം. സോ ലെറ്റ്സ് ഡു വിത്ത് ദ ഗ്രാസസ്. സോ ഗ്രാസ് ഡാർക്ക് ഗ്രീൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇസ് അക്വ ഗ്രീൻ. സോ ഒരു ഡാർക്ക് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വി ക്യാൻ ഡു ദി ഗ്രാസസ്. ഗ്ലാസ്സിൽ ചെയ്യുമ്പോൾ അക്രിലിക്സ് നല്ലതാണ്. ബിക്കോസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ യു ക്യാൻ പീൽ ഇറ്റ് ഓഫ്. അല്ലെങ്കിൽ സേ സപ്പോസ് യു ഡോണ്ട് ലൈക്ക് ദ പിക്ചർ യു ഹവ് ഡൺ, യു ക്യാൻ ഓൾവേസ് വാഷ് ഇറ്റ് ഓഫ്. അതൊന്ന് ഇവൻ ഉണങ്ങിക്കഴിഞ്ഞാലും ഒന്ന് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇത് പാട പോലെ ഇങ്ങനെ ഇളകി വരും. ആൻഡ് ഇറ്റ്സ് ഈസി ഫോർ യു ടു ക്ലീൻ ഇറ്റ് അപ്പ്. ആൻഡ് വെൻ യു ഡു ദിസ്, ഞാൻ പറഞ്ഞ പോലെ ദിസ് ഡാർക്ക് ബ്രൗൺ ഇപ്പം കുറച്ച് ഹാഫ് ഡ്രൈ ആയിട്ടിരിക്കുകയല്ലേ. സോ ഇപ്പം ഞാൻ ഗ്രീൻ അതിൽ ബൈ മിസ്റ്റേക്ക് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് മിക്സ്ഡ് വിത്ത് ബ്രൗൺ. പിന്നെ ആ കളറ് വേറെ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്നിരിക്കട്ടെ, യു ക്യാൻ ഓൾവേസ് വൈപ്പ് ഇറ്റ് ഓഫ് വിത്ത് എ കോട്ടൺ ബഡ്. ഒരു കോട്ടൺ ബഡ് ഉണങ്ങി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ വെച്ച് മാറ്റിയാലും മതി. സോ ഗ്രാസ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്കിനിയും കിളികളെ വരയ്ക്കാം. വിൽ ഡ്രോ ദ ബേർഡ്സ് ഇൻ ദെയർ. ഗ്രാസ് കുറച്ചുകൂടെ ടോളായിട്ട് 1-2 ഭാഗങ്ങൾ ചെയ്ത് വയ്ക്കാം. ഓക്കെ, എടുക്കുന്ന വഴിക്ക് യു ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് മിസ്റ്റേക്സ്. ബ്രഷ് അവിടെ ഇവിടെയൊക്കെ തട്ടി ഇങ്ങനെ ചില മിസ്റ്റേക്സ് ഒക്കെ വരും. സോ ജസ്റ്റ് വൈപ്പ് ഇറ്റ് ഓഫ് വിത്ത് കോട്ടൺ ബഡ് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ടർ. This is what we have done so far. Let's start with the birds. Birds, we can give black birds in the background. Okay, birds ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കോട്ട്സ് കൊടുക്കണമെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്. വി വോണ്ട് ടു റൈറ്റ് സംതിങ് ഇൻ ദെയർ. നമുക്ക് കൈ കൊണ്ട് വേണേൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഗസ് വർക്കിൽ എഴുതാൻ തുടങ്ങാം. ബട്ട് വാട്ട് എവർ വി റൈറ്റ്, ഇഫ് വി ഡു ഇറ്റ് ദാറ്റ് വേ, അതിൻ്റെ മിറർ വേർഷൻ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. സോ ഇങ്ങനെ പിടിച്ച് എഴുതിയാലും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ശരിയാവില്ല. ഇറ്റ് വിൽ നോട്ട് കം ഔട്ട് വെരി ഗുഡ് വെൻ യു സീ ഇറ്റ് ഔട്ട് ദേ. സോ നല്ലൊരു കാര്യം ചെയ്യാവുന്നത് ഒരു ചെറിയൊരു പ്രിൻറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കോട്ടിൻ്റെ ഒരു ചെറിയ പ്രിൻറ്റ് എടുത്തിട്ട് അത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. സോ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ നിന്ന് റൈസ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു വലിയൊരു പീസ് ഇവിടെ ഒട്ടിക്കാൻ നോക്കിയാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് അത് പേപ്പറിന് ഫോൾസ് വരും, ആ ചുളുങ്ങി വരുന്നതൊക്കെ കാണും. സോ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അത് മുറിച്ചിട്ട് റെഡിയാക്കുവാൻ. സോ ബിഫോർ വി പുട്ട് ദാറ്റ് നമുക്കിതൊന്ന് ഡ്രൈ ചെയ്യാം. Let's check if the birds are dry, because നമ്മളത് ഒട്ടിക്കാൻ പോവാം. We are going to stick on those paper. Yeah, so it's dry. Now വെള്ളം എടുത്ത വഴിക്കും ഒക്കെ ആ ഗ്രീനൊക്കെ അതിലേതിലേയും വന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോൾ ഈ പാടെല്ലാം അവിടെ കാണും. സോ വി ഹാവ് ടു റിയലി ക്ലീൻ ഇറ്റ് അപ്പ് വെൽ. ടിഷ്യൂ എടുത്ത് ശ്രദ്ധിക്കാനുള്ളത് ബേർഡ്സിനെ ടച്ച് ചെയ്യാൻ പാടില്ല. സോ ചില പാടുകളൊക്കെ വെള്ളം എടുത്തതിൻ്റെയും അക്രിലിക്സ് കലങ്ങിയതിൻ്റെയും ഒക്കെ ഒരു പാടുകളുണ്ട്. സോ അതൊന്ന് പ്രോപ്പറായിട്ട് വീണ്ടും ഞാൻ വെള്ളം എടുത്താൽ അത് എടുത്ത് കാണിക്കാൻ തുടങ്ങും. സോ നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ട് പ്രോപ്പർലി അതൊന്ന് ബ്രഷ് വെച്ച് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഓക്കെ, നെയിൽ പോളിഷ് റിമൂവർ വെച്ച് ക്ലീൻ ആയിട്ട് ആക്കിയെടുക്കാം. വെള്ളം വെച്ച് ഇനിയും ചെയ്ത് വെച്ചാൽ ഒരു പാട് പോലെ അവിടെ കാണും. സോ നെയിൽ പോളിഷ് റിമൂവർ വെച്ച് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് കഴിയാവുന്നത് ആ പെയിൻറ്റിനെ ടച്ച് ചെയ്യാതെ പെയിൻറ്റ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന
ക്ലീൻ ആക്കി പോകരുത്. ഓക്കെ, നെയിൽ പോളിഷ് റിമൂവർ വെച്ച് ചെയ്യുമ്പോൾ അത് ഫുള്ളി ഡ്രൈ ആയിട്ട് പെയിൻറ്റ് ചെയ്യാവൂ. അതർവൈസ് ആ പെയിൻറ്റ് വീണ്ടും അത് അവിടെ ആകാതെ വരും, അത് കാണാതെ വരും. ഓക്കെ, ഇഫ് യു ക്യാൻ സീ ദാറ്റ് എന്തെങ്കിലും പാടോ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില മാർക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് റിമൂവർ വെച്ച് മാറ്റി വയ്ക്കാം. നമ്മളൊരു ജാപ്പനീസ് തീമിലൊക്കെ ചെയ്യുന്നത് കാരണം ഒരു ട്രഡീഷണൽ ജാപ്പനീസ് ആർക്കിടെക്ചറും കൂടെ അവിടെ വരയ്ക്കാം. സോ അഗെയിൻ വി നീഡ് എ തിൻ ബ്രഷ് ടു ഡു ദാറ്റ്. എൻ്റെ ബ്രഷിൽ ഓൾറെഡി കുറച്ച് ടിഞ്ച് ഓഫ് ഗ്രീൻ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ബ്ലാക്ക് എടുക്കാം. സോ ബ്ലാക്ക് ആൻഡ് ഗ്രേ ആയിരിക്കും, ഒരു ഗ്രേ കളർ ഉണ്ടാക്കാം. Instead of having black again, we'll put a little bit of grey, darker grey. So, korchu. We'll make the Japanese building out there. Okay. ഒന്ന് ശ്രദ്ധിക്കാനുള്ള നമുക്ക് ഒരു ചെറിയൊരു കോട്ട് ഈ എം ടി സ്പേസിൽ ചെയ്യാനാണ്. സോ വീൽ either put the writing over here അല്ലെങ്കിൽ ജാപ്പനീസ് ആർക്കിടെക്ചർ നമുക്കിവിടെ ചെയ്യാം. സോ ആ ജാപ്പനീസ് ആർക്കിടെക്ചർ ലെറ്റ്സ് ഡു ഇറ്റ് ഹിയർ. ഒരു ഇഷ്ടമുള്ള ഒരു ഏതാണോ കൺവീനിയൻറ്റ് ആ രീതിക്ക് ചെയ്യാം. യു ക്യാൻ ഐദർ മേക്ക് എ പഗോഡ സ്റ്റൈൽ ബിൽഡിംഗ്. ജാപ്പനീസ് ആർക്കിടെക്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ദിസ് കർവ്ഡ് ആയിട്ടുള്ള റൂഫ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദ ആർക്കിടെക്ചർ, കർവ്ഡ് ആയിട്ടുള്ള റൂഫ്സ്. ഓക്കെ, I've just given an outline there. ഇനിയും ഞാൻ വെളിയിൽ നിന്ന് നോക്കിയിട്ട് വേണം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, എന്തെങ്കിലും തിരുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. സോ ഞാൻ ഇവിടെ നിന്ന് ചെയ്യാം. പെർഫെക്ഷൻ അത്രയും വരില്ല, ബിക്കോസ് യു ആർ ട്രൈങ് ടു ഗെറ്റ് ആൻ ഇംപ്രഷൻ ഔട്ട് ദെയർ. ഒരു ജാപ്പനീസ് ട്രീ ആണെങ്കിലും ബ്രാഞ്ചസ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല, ബട്ട് യു ആർ ട്രൈങ് ടു ഗെറ്റ് ദ ഇംപ്രഷൻ ദെയർ. ഇത് അകത്തുനിന്ന് ചെയ്യുന്ന ഒരു ബുദ്ധി. നൗ ഐ ക്യാൻ സീ ദർസ് എ മിസ്റ്റേക്ക് ഹിയർ. ഇത് ചരിഞ്ഞ് പോയിട്ടുണ്ട്. സോ വാട്ട് ഐ വിൽ ഡു ഇസ് അകത്തുനിന്ന് വരയ്ക്കുമ്പോൾ ഉള്ള ചെറുതായിട്ടുള്ള ചില ഡ്രോബാക്സ് ആയത് ദാറ്റ് യു കാൺട്ട് റീച്ച് സം പ്ലേസസ് ഓർ യു കാൺട്ട്, നമ്മളൊരു പ്രത്യേക ആംഗിളിൽ വെച്ചല്ലേ പിടിച്ചും നോക്കി, അകത്ത് നോക്കി പിന്നെ പുറത്ത് നോക്കി. സോ ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട്, ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ഡു സംതിങ് ലൈക്ക് ദിസ് ബിക്കോസ് it challenges you to do something different. നമുക്ക് വേണം മുന്നിലൊരു പടം വെച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്യാം, ടു സീ ഹൗ ഇറ്റ് ഫോൾസ്. എങ്ങനെ അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ നോക്കിയിട്ട് ഒരു പടം വെച്ച് നമുക്കിത് ചെയ്യാം. മുന്നിലൊരു എക്സാമ്പിളായിട്ടൊരു പടം വെച്ച് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. ക്യാൻ യു സീ ദാറ്റ്? സോ ഒരു പഗോഡ സ്റ്റൈലിൽ ജാപ്പനീസ് ആർക്കിടെക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ മേക്ക് ഇറ്റ് ഈവൻ മോർ ക്ലീനർ. യൂസ് നെയിൽ പോളിഷ് റിമൂവർ ആൻഡ് ആ ഗ്രേ ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊന്ന് ക്ലീൻ ആക്കി വരണം. Okay, can you see that? If you want to make it, I can still see the strokes there. So dotted ആയിട്ടൊന്ന് fill ചെയ്താൽ മതി. If you really like the clean and very full look, dotted ആയിട്ട് പെയിൻറ്റ് നിറച്ച് കൊണ്ടുപോയാൽ മതി. നമ്മൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി, ഒന്ന് ഔട്ട്സൈഡ് ഒന്ന് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനുള്ളോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡോസും വിൻഡോസും ലൈൻസ് ഒന്ന് കൊടുത്താൽ ഒരു ഇല്യൂഷൻ കാണിക്കും ദാറ്റ് ദ ഡോസ് ആൻഡ് വിൻഡോസ് ദെയർ. Okay, so we have the Japanese architecture there. By this time I'm sure the tree must have been dried. Okay, tree dry ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലവേഴ്സ് കൊടുക്കണം. So we are going to give pale pink flowers.
So pale pink flowers. Before that, നമുക്ക് ഒരു pale pink flowers-ന്റെ നടുക്ക് ഒരു ചെറിയ ഒരു tinge of red ഉണ്ട്, deep red. അതൊന്ന് നടുക്കായിട്ട് ഇങ്ങനെ കൊടുക്കാം. So നിറഞ്ഞു നിൽക്കും പൂക്കൾ. So we have to give a lot of flowers in there. So കുത്തി കുത്തി അങ്ങ് വിട്ടാൽ മതി ചെറുതായിട്ട്. ഇത് വെറ്റായി കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ പിങ്ക് ഉപയോഗിക്കാൻ പോകുന്നത്. സോ ആ പിങ്ക് കളറും റെഡ് കളറും ഒരു ഇച്ചിരി വൈറ്റും ഒക്കെ ചേർന്നാൽ ആ പെയിൽ പിങ്ക്നെസ് ഒന്ന് വരും. സോ വി ആർ നോട്ട് ഗിവിങ് ടൈം ഫോർ ഡ്രൈയിങ്. നമ്മൾ വേഗം തന്നെ ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യും. സോ ഒന്ന് ശ്രദ്ധിക്കേണ്ട, ചെറി ബ്ലോസംസിൻ്റെ അറ്റം വരെയും പൂക്കളുണ്ട്. സോ അത് ശ്രദ്ധിച്ച് ഏറ്റവും അറ്റം വരെയും കൊടുത്ത് നോക്കുക. സോ നമ്മൾ ആ ടിൻറ്റ് ഓഫ് റെഡ് കൊടുത്തു കഴിഞ്ഞു. നൗ വിൽ ഗോ ഫോർ ഗിവിങ്. ഞാൻ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഡോട്ട് മാത്രം മതി. ഓക്കെ, വി ഹാവ് ജസ്റ്റ് എ സ്ലൈറ്റ് ഡോട്ട് ഹിയർ. ഇനിയും നമുക്ക് പിങ്ക്സിലോട്ട് കൊടുക്കാം. Pink and a bit of white also. Now ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കോട്ടൺ ബഡാണ്. കോട്ടൺ ബഡ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു റൗണ്ടഡ് എഫക്റ്റ് നമുക്ക്, ബ്രഷ് എല്ലാം ഫ്ലാറ്റ് ആൻഡ് തിൻ ആയത് കാരണം നമുക്ക് ആ റൗണ്ടഡ്നെസ് കിട്ടത്തില്ല. സോ വി ആർ യൂസിങ് എ കോട്ടൺ ബഡ് വിച്ച് ഇസ് മച്ച് ഈസിയർ. സോ ഗോ ഫോർ എ കോട്ടൺ ബഡ്, dip it in a bit of pink. ഇനി ഡോട്ടഡ് ആയിട്ട് കൊടുത്താൽ മതി. റെഡ് ഉണങ്ങിയിട്ടില്ല, സോ റെഡ് മൈറ്റ് ഗെറ്റ് എ ലിറ്റിൽ സ്മജ്ഡ് ഓൾസോ. ഇറ്റ്സ് ഫൈൻ. ദാറ്റ് ജസ്റ്റ് ആഡ്സ് ടു ഇറ്റ്സ് ബ്യൂട്ടി. കോൺസെൻട്രേഷനും ഫോക്കസിങ്ങും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ദിസ് ഈസ് വെരി ഗുഡ്. സോ ട്രൈ ഡൂയിങ് ദാറ്റ് വൺസ് ഇൻ എ വൈൽ. Try doing something like this, which is a relaxation also and stress buster. Yeah, I think we have done with the flowers. Okay, കുറച്ചുകൂടെ നിറയ്ക്കണമെങ്കിൽ ചെയ്യാം. But I hope you can see the cherry blossom tree. കുറച്ചുകൂടെ നിറച്ച് വയ്ക്കാം. പക്ഷെ കുറച്ചുകൂടെ നിറച്ചാൽ ബ്രാഞ്ചസ് കാണാണ്ടായിപ്പോൾ. വി ആർ ഗോയിങ് ടു പുട്ട് എ ബാക്ക്ഗ്രൗണ്ട് ഓൾസോ. നൗ ഇനിയും ഇത് ഉണങ്ങട്ടെ. മീൻ ടൈം നമുക്ക് ആ ഒരു ചെറിയൊരു ടാഗ് ഉണ്ട്, വിച്ച് ഈസ് റൈസ് ആൻഡ് ഷൈൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരെണ്ണം ഒട്ടിച്ച് വെച്ചാൽ വാട്ട് ഹാപ്പൻസ് ഈസ് അത് അതിന് ഫോൾസ് കാണാൻ തുടങ്ങും. സോ ഞാൻ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. റൈസ് ആൻഡ് ഷൈൻ. Okay, rise and shine. It's nice to have something like a holder like this holding your അതിപ്പോൾ പെൻസിനാകാം, ബ്രഷസിനാകാം, ക്രാഫ്റ്റ് സപ്ലൈസോ ടൂൾസിനൊക്കെ വയ്ക്കാം. സോ ഇങ്ങനെ ഒരു ഹോൾഡർ ഇട്ട് ഇഫ് യു ഹാവ് സംതിങ് വെരി മോട്ടിവേറ്റിംഗ് ഔട്ട് ദെയർ, ഇറ്റ്സ് നൈസ് ടു സീ ഓൺ യുവർ ടേബിൾ ഇല്ലേ. സോ റൈസ് ആൻഡ് ഷൈൻ. ഇനി ഇതിൽ കുറച്ച് ഗ്ലൂ തേക്കാം. സം ഗ്ലൂ ഔട്ട് ഹിയർ. ഗ്ലൂ നമ്മൾ ശ്രദ്ധിച്ച് ഒത്തിരി ഗ്ലൂ ഇടാതെ ജസ്റ്റ് ഒരു ടച്ച്, ബിക്കോസ് ദർ ഇസ് ഓൾവേസ് പെയിൻറ്റ് ഗോയിങ് ഓൺ ടോപ്പ് ഓഫ് ദിസ്. പെയിൻറ്റ് ഒരു ഗ്ലൂ പോലെ അവിടെ ഇരുന്നോളും. സോ വി വാണ്ട് ഇറ്റ് ട്രാൻസ്പെറൻറ്റ്. സോ ഈ ഗ്ലൂ ഇസ് ആക്ച്വലി ഡ്രൈസ് ക്ലിയർ. സോ ചെറിയൊരു ലെയർ മതിയാവും അതിൽ. സോ ഷൈൻ ഇസ് ഗോയിങ് ടു ഫോൾ, ഇസ് ഗോയിങ് ടു കം ഹിയർ. അത് പ്ലേസ് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാതെ വേണം ചെയ്യാൻ. വാട്ട് ഹാപ്പൻസ് ഇസ് ഗ്ലൂ എല്ലായിടത്തും ആകും. സോ റൈസ് ആൻഡ് ഷൈൻ എന്നുള്ളത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. ദിസ് ഇസ് മോർ ലൈക്ക് എ ഡെക്കോപാജ് ടെക്നിക്. ഓക്കെ, ഇച്ചിരി ഗ്രാസ് ഒക്കെ കയറി വരുന്ന പോലെ ഇരുന്നോട്ടെ. കയറ്റി വയ്ക്കുക. Then now and. You put the and. ിലേക്ക് ഒരു തിൻ ലെയർ ഓഫ് ഗ്ലൂ മതിയാവും. സോ ചെറിയ പീസുകളാവുമ്പോൾ അത് ഫോൾസ് ഒന്നും വരാതെ ഇരുന്നോളും. ആൻഡ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം ആൻഡൊക്കെ നേരെയാണോ.
ബിക്കോസ് ആൻറ്റിൻ്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഐ ഹാവ് ഗോട്ട് ഗ്ലൂ ഓൺ ദ ഗ്ലാസ് ഓൾസോ. അത് പിന്നീട് ക്ലീനപ്പ് ചെയ്യാം. There, now we have to give rice. So rice ഒട്ടിക്കാം. Yeah, so we have rice and shine. Okay, ഇനി കുറച്ച് ക്ലീനപ്പ് ഉണ്ട്. We have some cleanup. Take the nail polish remover. Use. So ആ പശ വന്ന ഭാഗമൊക്കെ പെയിൽ വൈറ്റ് ആയിട്ട് കാണും. So see that you clean up that part. I hope we are complete, but ഇനിയും നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ പോവാം. So we have worked with the details. So ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക് ഇടാനുള്ള കോട്ട് ചെയ്തു. I did with the birds, the cherry blossom tree is out there, grasses are out there. Rice and shine അവിടെയും കുറച്ചുകൂടെ ഗ്രാസ് ഇട്ടാൽ it will look full. So we'll put some more grass there. Okay, look from the outside if everything is full. Grass strokes കാണുന്നുണ്ട്. So have you noticed നമ്മൾ ഇങ്ങനെ അകത്തുനിന്ന് ചെയ്യുമ്പോൾ it's difficult to do, but at the same time nothing is getting disturbed. നമ്മൾ ഇവിടെ ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ വലിയ പാടായിരിക്കും. സോ സപ്പോസ് നമ്മൾ പുറമേ നിന്ന് പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റിൽ വെച്ച് ചെയ്യണം, ബിക്കോസ് നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പുറമേ ചെയ്യുമ്പോൾ. സോ എന്തെങ്കിലും ഒരു പ്ലേറ്റിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പലക കഷ്ണത്തെ വെച്ചിട്ട് ആ പലക മാത്രം ഇങ്ങനെ ടേൺ ചെയ്താൽ നമുക്കിത് ചെയ്യാൻ പറ്റും പുറമേ ചെയ്യുമ്പോൾ. ആൻഡ് യു ഹാവ് ടു ലെറ്റ് ഇറ്റ് സ്റ്റേ ലൈക്ക് ദാറ്റ്. അതേസമയം ഇങ്ങനെ ചെയ്യുമ്പോൾ യു ക്യാൻ ഹാൻഡിൽ ഇറ്റ് ആൻഡ് യുവർ പിക്ചർ ഇസ് ആക്ച്വലി ഇൻസൈഡ്. So I think we are done with the inside painting. A little more cleanup. So നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റൈസ് ആൻഡ് ഷൈൻ, ബേർഡ്സ്, building under, and the trees there, grasses are there. It's all clean. So let's dry this. സോ അത് ഫുള്ളി ഡ്രൈ ആയിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. കയ്യിലൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡ്രൈ. ഇനി എന്താ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് സ്റ്റിൽ യു ആർ ചെക്കിങ് ആൻഡ് ഇഫ് യു ഫൈൻഡ് മിസ്റ്റേക്സ്, ഒരു ടൂത്ത് പിക്ക് വെച്ച് വല്ലതും നമുക്ക് അത് ചിരണ്ടി കളയാം. സോ ഡ്രൈ ആയി കഴിയുമ്പോൾ അതിങ്ങനെ പീൽ ചെയ്ത് വരും. സോ എന്തെങ്കിലും ഫൈന് ഡീറ്റെയിൽസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യാം ഇവിടെ. Okay, let's start with the background. ഒരു aqua green background ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. So we have green. So എൻ്റെ ബ്രഷിൽ ഓൾറെഡി acetone nail polish remover ഉണ്ട്. So I have to see that my brush is really clean from that and then go for aqua green. Aqua green കുറച്ച് ഗ്രീനും കുറച്ച് ടർക്കോയ്സും ആഡ് ചെയ്താൽ it will give a very nice color. ഒരു അക്വാ ഗ്രീൻ കളറാണ് നമുക്ക് വേണ്ടത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷെയ്ഡ്. വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കുക. ഇതിൽ കട്ടിക്ക് പെയിൻ്റ് അടിക്കുന്ന കാരണം യു വിൽ നോട്ട് സീ ദ സ്ട്രോക്സ്. സോ നിറച്ചാണ് ചെയ്യുന്നത്. And it's done with a finer brush. ഒരു ഫൈൻ ആയിട്ടുള്ള ഒരു ബ്രഷും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഗ്രാസ് ഡാർക്ക് ഗ്രീനും ഈ ഗ്രീനും ഒരു ഇത്തിരി വ്യത്യാസമായത് കാരണം നമുക്ക് ഗ്രാസ് കാണാൻ പറ്റും. കഴിയാവുന്നതും പെയിൻറ്റ് നല്ലോണം എടുത്ത് വേണം ഇത് ചെയ്യാൻ. ലൈറ്റായിട്ട് പെയിൻറ്റ് എടുക്കാം. വളരെ കുറച്ച് പെയിൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഷ് സ്ട്രോക്സ് കാണും.
സോ അത് വരാൻ പാടില്ല. യു വിൽ സീ ഓൾ ദ ലൈൻസ് കമ്മിങ് ഓൺ ദ ഗ്ലാസ്. സോ അത് വരാതെ നല്ലോണം പെയിൻറ്റ് നിറച്ച് ബ്രഷിലെടുത്തിട്ട് വേണം ഫിൽ ചെയ്യാൻ. സോ ആ പേപ്പറൊക്കെ നല്ലോണം ഒട്ടിയിട്ടുണ്ട് അവിടെ. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഡ്രൈ. നമുക്ക് അകത്തുനിന്ന് നോക്കാം എന്തെങ്കിലും ഫില്ലപ്പ് ചെയ്യാനുണ്ടോ. ഡോട്ടഡായിട്ടും വേണേൽ ചെയ്യാം. കഴിയാവുന്നതും വീണ്ടും സ്ട്രോക്സ് വരാതിരിക്കുന്നത് നോക്കുക. What do you think about this one? Is it complete? Yeah, so rise and shine. So എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്ന് ചെയ്യുക. ഡു സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് ലേൺ സംതിങ് ന്യൂ. അതുപോലെ ചെയ്ത ഒരു 1-2 സാമ്പിളാണിത്. ദിസ് ഇസ് അനദർ പെൻ ഹോൾഡർ where you have the Finding Nemo characters വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ. ആൻഡ് നൗ ക്രിസ്മസ് ഇസ് ജസ്റ്റ് റൗണ്ട് ദ കോർണർ. സോ ക്രിസ്മസ് ഐക്കൺസ് വെച്ച് ചെയ്തിട്ടുള്ള വേറൊരെണ്ണമാണിത്. ആൻഡ് ദെൻ യു ഹാവ് ഇത് നമ്മളിതെല്ലാം കണ്ടത് വിച്ച് ആർ റൗണ്ടഡ് ഇൻ ഷേപ്പ്. വേറെസ് ഇതൊരു സിലിണ്ട്രിക്കൽ ബോട്ടിൽ. ഇതിൽ ചെയ്യുന്ന കുറച്ചുകൂടി ചലഞ്ചിങ് ആണ്. ദുബായ് സ്കൈലൈൻ വെച്ച് ചെയ്തിട്ടുള്ള ഒരെണ്ണം. സോ ഇറ്റ്സ് ക്വൈറ്റ് ചലഞ്ചിങ്. ഇങ്ങനെ നീണ്ട ഒരു ലോങ്ങർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ചെയ്യുമ്പോൾ യു ഹാവ് ടു ബ്രഷൊക്കെ കയറാനോ അല്ലെ എത്താനൊക്കെ പാടായിരിക്കും. യു ക്യാൻ ഡു വിത്ത് ബാർബിക്യൂ സ്റ്റിക്കിൽ കോട്ടൺ വെച്ചിട്ടോ നമുക്കത് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കഴിയാവുന്ന ബ്രഷ് വെച്ചും ചെയ്യാം. ബട്ട് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ചലഞ്ചിങ്. But try doing it. Okay, I hope you like today's holder. Please try this and let us know your feedback. Thank you for joining me. This is Lita signing off. Bye bye.